ക്രിസ്തുവിന്റെ സ്നേഹവന്ദനം. എൻ്റെ പേര് അയാൻ ജോൺ ജിമി. ഞാൻ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് ലാക്കൂർ ഇടവകയാംഗമാണ്. ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ കിട്ടിയ വിഷയം കുടുംബ പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്നതാണ്. യോശുവ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇപ്രകാരം പറയും: ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? വേദപുസ്തകത്തിലെ പഴയ നിയമകാലം മുതലേ കുടുംബ പ്രാർത്ഥനയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. പ്രാർത്ഥനയില്ലാത്ത കുടുംബം വേരില്ലാത്ത വൃക്ഷം പോലെയാണ്. വേരില്ലാത്ത വൃക്ഷം ചെറിയ കാറ്റിൽ പോലും മറിഞ്ഞു വീഴും. അതുപോലെ പ്രാർത്ഥനയില്ലാത്ത കുടുംബം ചെറിയ പ്രതിസന്ധികൾ പോലും വന്നാൽ തളർന്നു പോകും. എന്താണ് പ്രാർത്ഥന? ദൈവവും മനുഷ്യനും തമ്മിലുള്ള രഹസ്യ സംഭാഷണമാണ് പ്രാർത്ഥന. വിശ്വാസവും പ്രാർത്ഥനയും അദൃശ്യമാണ്, പക്ഷെ അത് അസാധ്യ കാര്യങ്ങളെ സാധ്യമാകും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നിരന്തരമായി തൻ്റെ പിതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു. ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും പ്രാർത്ഥന നമ്മുടെ പ്രതികരണമായിരിക്കണം. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു: പ്രാർത്ഥിക്കുന്നവൻ്റെ കുടുംബം പരാജയപ്പെടുകയില്ല, അവൻ്റെ ജയം ആർക്കും എടുക്കാൻ കഴിയില്ല. ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ ഏടാണ് കുടുംബ പ്രാർത്ഥന. കുടുംബ പ്രാർത്ഥന ഓരോ കുടുംബത്തിൻ്റെയും അടിത്തറയായിരിക്കണം. കുടുംബാംഗങ്ങളെ ഒന്നിച്ചു നിർത്തുന്ന ഒരു പ്രധാന കണ്ണിയാണ് കുടുംബ പ്രാർത്ഥന. നമ്മുടെ ഭവനങ്ങൾ ദേവാലയമാകുന്ന മനോഹര നിമിഷങ്ങളാണ് കുടുംബ പ്രാർത്ഥന. നമ്മുടെയൊക്കെ വീട്ടിൽ മാതാപിതാക്കളും മക്കളും ഒരുമിച്ചുള്ള പ്രാർത്ഥന ഒരു ദേവാലയ അനുഭവമായിട്ടെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്